മൃഗശാലയിൽ കിടക്കുന്ന മൃഗങ്ങളെപ്പോലെ ഒരു കോമ്പൗണ്ട് തിരിച്ച കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ ഒരു കൂട്ടിനകത്തോ കിടക്കേണ്ടി വന്ന മനുഷ്യരെ കുറിച്ച് അറിയാമോ? ഇത് 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലും അമേരിക്കയിലും നടന്നുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഒരു വിനോദമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, കറുത്ത വർഗ്ഗക്കാരുടെ മേൽ വെളുത്ത വർഗ്ഗക്കാർ അടിച്ചേൽപ്പിച്ചിരുന്ന വിനോദം. നിങ്ങളൊന്ന് കണ്ണടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, നിങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ പിടിച്ചോണ്ട് പോയി ഒരു ഗ്രാമം പോലെ തിരിച്ച് ഒരു പാർക്കിനകത്തോ ഒരു കൂട്ടിനകത്തോ നിങ്ങൾ അടയ്ക്കപ്പെടുകയാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ കാണാൻ വരുന്നു ടിക്കറ്റ് എടുത്ത്. അവർ നിങ്ങളെ കളിയാക്കുന്നു, ചൂണ്ടുന്നു, ചിലപ്പോൾ പരിഹസിക്കുന്നു. നിങ്ങൾ ഒരു കാഴ്ച വസ്തുവായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, 1900-ലും 2000-ന്റെ പകുതി വരെയും ആയിരക്കണക്കിന് കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെയും വെറുപ്പ് നിറഞ്ഞ സ്വന്തം ജീവിതത്തിന്റെയും കഥയാണ് ഒരു പ്രദർശന വസ്തുവായി ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നതിന്റെ അവസ്ഥ. ആ മനുഷ്യർക്ക് എന്തു വിഷമമുണ്ടായി കാണും, അവർ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവും. എപ്പോഴും ശ്രേഷ്ഠരും ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ള വെളുത്ത വർഗ്ഗക്കാർക്കാണെന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു ഈ വിനോദത്തിന്റെ പിന്നിൽ. വീട്ടിലേക്കൊന്ന് പോകാൻ കഴിയാതെ, മക്കളുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ എത്രയോ മനുഷ്യർ ആ കൂട്ടിനകത്ത് കിടന്ന്, ആ ഗ്രാമത്തിനകത്ത് കിടന്ന് മരിച്ചിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിലൂടെയാണ് വംശീയതയുടെ ഏറ്റവും വലിയ ഭീകരരൂപം ലോകം മുഴുവൻ കണ്ടത്. അപ്പോഴാണ് മനുഷ്യസൂര്യനെയും ചൂണ്ടിക്കൊണ്ട് ജനങ്ങൾ ചോദിച്ചത്, ഇതും അതേ ക്രൂരതയല്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള പൊതുബോധം ഉയർന്നു ജനങ്ങളിൽ. എന്നിട്ടും മനുഷ്യസൂവിനൊരു അവസാനമുണ്ടായില്ല. കോഗോ ഗ്രാമം എന്ന പേരിൽ 1958 ബെൽജിയമിൽ വീണ്ടും ഒരു മനുഷ്യസൂ ഉയർന്നു. 1958 ബെൽജിയമിൽ നടന്ന ലോകമേളയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ മനുഷ്യസൂ ഉള്ളതുകൊണ്ട് ഇറങ്ങിപ്പോയി. ലോകമെമ്പാടും പ്രതിഷേധം സജ്ജമായി. അങ്ങനെ അവസാനത്തെ മനുഷ്യസൂവും അവിടെ അന്ത്യം കുറിച്ചു. അതിനുശേഷം ഇന്നുവരെ ലോകത്ത് ഒരു സ്ഥലത്തും മനുഷ്യസൂ പ്രദർശിപ്പിച്ചിട്ടില്ല മനുഷ്യരെയും. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് മഹാന്മാരെ എന്നും ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.